നന്നായി എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റാൻ തുടങ്ങി. തേർഡ് സെക്കൻഡ് റേഞ്ചിലൊക്കെ തുടങ്ങി. അപ്പം ഞാൻ എനിക്ക് ട്രിക്ക് പറയാൻ പോകുന്നത് കുറച്ച് മോട്ടിവേഷൻ വീഡിയോ നട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ റൊട്ടീനാണ്. എന്തൊക്കെ ചെയ്യണം? മോർണിംഗ് റൊട്ടീൻ മാത്രമാണ് സ്കൂളിൽ എക്സാമിൻ്റെ അന്നാണ് കേട്ടോ. പിന്നെ രാവിലെ നിങ്ങൾ 4 മണിൻ്റെ 6 മണിൻ്റെ ഇടയ്ക്ക് എന്തായാലും എണീക്കണം. കാരണം ഇതിൻ്റെ ഇടയ്ക്കാണ് എന്താ പറയുക, നിങ്ങളുടെ ബ്രെയിൻ ഫുൾ ഫ്രഷ് ആയിരിക്കും. 100% ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. നൈറ്റ് ടൈമിൽ പഠിക്കുന്നവർ 20% മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പഠിക്കുന്നതിൽ അത്ര പഠിക്കുന്ന കുറച്ച് 5 പേജ് വായിച്ചാൽ 2 പേജ് മാത്രമേ നിങ്ങളുടെ ബ്രെയിൻ എത്ര പ്രാവശ്യം വായിച്ചാലും രാത്രി പഠിക്കുമ്പോൾ 2 പേജ് മാത്രമാണ് ബാക്കി 3 പേജ്. അപ്പോൾ രാവിലെ നിങ്ങൾ ഒന്ന് വായിക്കുക, എല്ലാം വായിക്കുക. വൈകുന്നേരം രാത്രി വായിച്ചിട്ട് രാവിലെ റിവൈസ് ചെയ്ത് 4 മണിക്ക് 6 മണിക്ക് ഇടയ്ക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ച് ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്ക് തുറന്ന് പഠിക്കാനിരിക്കുക. പിന്നെ ഫുൾ ലൈറ്റ് വേണം. നിങ്ങൾ പാരൻസ് കിടക്കുന്നുണ്ടെന്നോ നെയ്ബേഴ്സ് കിടക്കുന്നുണ്ടെന്നോ നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സക്സസ്. കാര്യം പറയാൻ എനിക്ക് എടുക്കുന്ന മോട്ടിവേഷൻ വരും വെച്ചാൽ നിങ്ങൾ ഫെയിലായ നിങ്ങളുടെ കാരണം ആരും ഉണ്ടാവില്ല. അൺടിൽ യു സക്സീഡ്, സക്സസ് ആവുന്നത് നിന്റെ ഹാർഡ് വർക്ക് സക്സസ് ആവുന്നത് വരെ നോക്കാൻ ആരുണ്ടാവില്ല. അൺടിൽ യു സക്സീഡ്. പണ്ട് മമ്മൂട്ടിയുള്ള സെൻറ്റൻസ് ഉണ്ട്. സിനിമ ഷൂട്ടിംഗ് അപ്പോൾ സ്കൂളിൽ വിളിക്കാൻ പോയി, ഒരു ഉദ്ഘാടനത്തിന് വിളിക്കാൻ പോയി സ്കൂളിൽ. അപ്പം മമ്മൂട്ടി ചോദിച്ചു, ഞാൻ പണ്ട് ഷൂട്ടിങ്ങിൽ കയറുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നു. ആരെങ്കിലും എന്നെ വിളിച്ചോ? എന്താണ് ആരെങ്കിലും എന്നെ വിളിച്ചോ? ഏതെങ്കിലും പരിപാടിക്ക് എന്നെ ഇനാഗുറേഷനോ എന്തിനെ വിളിച്ചോ? പോട്ടെ, ആരെങ്ങനെ തിരിഞ്ഞു നോക്കിയതല്ല ചോദിച്ചത്. അപ്പം സക്സസ് ആയപ്പോൾ എല്ലാവരും മുമ്പ് പോയി കാണാൻ വേണ്ടി തിക്കും തിരക്കും. അതേപോലെയാണ് നിങ്ങളുടെ കാര്യത്തിൽ. അണ്ടർ സക്സീഡ് ആരും നിങ്ങളെ നോക്കണം. സക്സീഡ് ചെയ്താൽ ചുറ്റും ആൾക്കാർ. സോ സക്സസ് ഈസ് ദ കീ ഫോർ ലവ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇരുന്ന് പഠിക്കുക, 6 മണി വരെ പഠിക്കുക. ഇത് റെഡി. പിന്നെ എക്സസൈസ് നല്ലോണം ചെയ്യുക. ഫോർ ബോഡി സ്ട്രെങ്ത് ഉള്ള കോൺസെൻട്രേഷൻ ഓഫ് എക്സസൈസ് നല്ലതാണ്. പിന്നെ എക്സസൈസ് ചെയ്യുക. പിന്നെ ഈറ്റ് ഹെൽത്തി ഫുഡ്. എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുമ്പം നൈറ്റിലാണെങ്കിൽ നിങ്ങൾ ഫുഡ് അത് കഴിക്കാണ്ടിരിക്കുക. കാരണം നിങ്ങൾ റീഡ് ചെയ്യുന്നില്ലേ, 20% ഓൾറെഡി ഫുഡ് കഴിച്ച് പഠിക്കാനുള്ള ഇതുണ്ടാവില്ല. ഓവർ ഫുഡ് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് ഇരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് 1 മിനിറ്റ് പോയി ഇരിക്കാനുള്ള ഇതുണ്ടാവില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് പോയി കിടന്നുറങ്ങാൻ തോന്നും. രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും കിടന്നുറങ്ങാൻ തോന്നില്ല, എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. വെറുതെ പോയി ഇരിക്കാനാണെങ്കിലും നിങ്ങൾക്ക് അതങ്ങ് തോന്നും. നിങ്ങൾക്ക് പഠിക്കാൻ തോന്നില്ല. കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നില്ല. ഫുഡ് ലോ കഴിക്കുക പഠിക്കുന്നതിന് മുമ്പ്. അപ്പോൾ മോർണിംഗ് കുറച്ച് ഫുഡ് കഴിക്കാൻ നോക്കുക എക്സാമിൻ്റെ അന്നൊക്കെയാണെങ്കിൽ. പിന്നെ എക്സാമിൻ്റെ അന്ന് എക്സാം കയറുന്നതിന് മുൻപ് ന്യൂ ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ പാടില്ല. റിവൈസ് ചെയ്ത് ഇങ്ങനെ മാർക്ക് പോകണമെങ്കിലും നിങ്ങൾ ബാക്കി കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് മാർക്ക് തരും. ഹാൻഡ് റൈറ്റിംഗ് നീറ്റ്നെസ് അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് തരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അത് ഇപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചില്ല, ബാക്കിയെല്ലാം നിങ്ങൾ പക്ക പെർഫെക്റ്റ്. ഹാൻഡ് റൈറ്റിംഗ് നീറ്റ്നെസ് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല, ഭയങ്കര അക്യുറ. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയല്ലോ. അക്യുറൻ്റെ 2 ദിവസം തെറ്റിയാലും 3 മാർക്കിന് 2 ദിവസം തെറ്റിയാൽ 6 മാർക്ക് പോയില്ലേ. 4 മാർക്ക് ടീച്ചർക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇതിനൊക്കെ തരുമായിരുന്നു. അപ്പം എൻ്റെ 6 മാർക്ക് ഇതുവരെ പോയിട്ടില്ല. 3 മാർക്ക് പോയെങ്കിലും 2 മാർക്ക് അങ്ങനെ തരുമായിരുന്നു. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് അതിനൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. എക്സാമിന് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ. പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നീറ്റ്നെസ്സിലും ഇതിൽ എഴുതാൻ വന്നാൽ ന്യൂ ടോപ്പിക്സ് പഠിക്കാണ്ട് പഠിച്ച ടോപ്പിക്സ് വീണ്ടും റിവൈസ് ചെയ്യാം. പിന്നെ മോർണിംഗിൽ എണീക്കാൻ ഞാൻ പറയുന്ന 2 റൂളെന്ന് വെച്ചാൽ,
അലാറം ദൂരെ വെച്ചിട്ട് നിങ്ങൾ എണീച്ചിട്ട് പോയിട്ട് എടുക്കണം. ആ രീതിയിൽ നിങ്ങൾ വെക്കണം. അപ്പം ഇങ്ങനെ എണീക്കുമ്പം നിങ്ങൾ ബോഡിയിൽ 60% ഉറങ്ങും, എന്താ പറയുക, ഇപ്പം ഉറങ്ങുന്ന സെൽസും ഉറങ്ങാൻ നിങ്ങൾ പുഷ് ചെയ്യുന്നത് 60 സെൽസും മൂഡ് ഓണാവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റൂമിലേക്ക് എല്ലാ ലൈറ്റ് സോഴ്സും ഓണാക്കുക. ലൈറ്റ് കർട്ടൻ റിമൂവ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ട്രാ ലാമ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഫുൾ ലൈറ്റിൽ നിന്ന് നിങ്ങൾ ബോഡിക്ക് തിരിയും. രാവിലെ ആ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കോൺസെൻട്രേഷനോടെ പഠിക്കാൻ പറ്റും. അതെനിക്ക് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പിന്നെ നിങ്ങൾ എന്താ പറയുക, ടൈം ടേബിളിൽ റിംഗ് ടോണില്ലേ, ആ റിംഗ് ടോണ് നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് എനർജറ്റിക്കായി തോന്നുന്ന സോങ്സൊക്കെ വെക്കാം. കാരണം നിങ്ങൾ എന്തെങ്കിലും സോഫ്റ്റ് സോങ്സൊക്കെ ഇട്ടാൽ നിങ്ങൾക്കത് എന്താ പറയുക, അത് കാണാൻ തോന്നില്ല, അത് കേൾക്കാൻ തോന്നില്ല, നിങ്ങൾക്ക് എണീക്കാൻ തോന്നില്ല. അത് സത്യം അങ്ങനെയാണ്. ഞാൻ വെക്കുന്നത് ആർക്കും തോൽക്കാതെ ആ ഒരു സോങ്ങില്ലേ, പയം സൂര്യനെ, ആ ഒരു പാട്ടാണ് ഞാൻ വെക്കാറുള്ളത്. പിന്നെ ഈ ഒരു ടിപ്പ് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അത് അത്ര യൂസ്ഫുൾ ആണ് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ എക്സാം വേക്കപ്പിങ് റൊട്ടീനിൽ ഭയങ്കര 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 യൂസ്ഫുള്ളായിരുന്നു. നിങ്ങൾ എണീച്ചിട്ട് കാണാൻ, എൻ്റെ വീട് അവിടെയാണ്, എൻ്റെ വോൾ ഇവിടെയാണ്, റൂമിൻ്റെ നേരെ കാണുന്ന വോൾ ഇവിടെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എണീച്ചിരിക്കുമ്പം നേരെ കാണുന്ന രീതിയിൽ ഒരു പേപ്പറിൽ ഒരു മോട്ടിവേഷൻ, കട്ട മോട്ടിവേഷൻ എന്താ എഴുതണ്ടേ ഞാൻ പറഞ്ഞുതരാം. അതിന് എൻ്റെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ എഴുതിയിട്ടുള്ളത്, ഞാനൊരു യൂട്യൂബിൽ ഒരാളെ കണ്ടിട്ട് എഴുതാണ്. എൻ്റെ ഒരു അനുഭവം ഉണ്ട് ഇതിൽ. അപ്പം പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഫ്രണ്ട്സോട് പറയണം ഞാൻ ഇപ്രാവശ്യം 2nd, 1st, 3rd ആവുന്നതായിരിക്കും പറയാം. 2nd, 1st ആവുന്നവരാ. അപ്പോൾ അവർ ഞാൻ കളിയാക്കും, അയ്യേ നിന്നെക്കൂടെ അത് പറ്റില്ല, നീ അതാണ് ഇതാണെന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ ഇങ്ങനെ എവിടെ എഴുതാൻ, ഞാൻ പറയാം മക്കളെ, നിങ്ങൾ ഇങ്ങനെ സിരിഞ്ച് കൊണ്ടോ മണത്ത് നോക്കുന്ന അതൊന്നുമല്ല ലഹരി. ഇതെൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയതാണ്, കുറച്ച് യൂട്യൂബിലുണ്ട്. അതൊന്നുമല്ല മക്കളെ ലഹരി, അതൊക്കെ ടെമ്പർ ലഹരി. ഇപ്പം നിങ്ങൾ ഇന്ന് മദ്യപിച്ച് നാളെ ആകുമ്പോഴത്തേക്ക് പോകും. യഥാർത്ഥ ലഹരി എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ പോയി എന്നെക്കൊണ്ടേ നടക്കൂ, എനിക്കിത് പറ്റും എന്ന് പറഞ്ഞ് വിജയിച്ച് അവരുടെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ അവർക്കൊരു ഞെട്ടൽ, ഷോക്കിങ് കൊണ്ട് അവർക്കൊരു ഷോക്കിങ്ങിൻ്റെ ഒരു നിരമ്പിലൂടെ ഇത് പോകാനുണ്ട് മക്കളെ. അതാണ് ലഹരി, അതാണ് സ്പിരിറ്റ്, അതാണ് ലഹരി. ആ ഒരു ഇത് എനിക്ക് തന്നെ കാണുമ്പോൾ എനിക്ക് ഒരു എനർജി തോന്നും, പെട്ടെന്ന് പഠിക്കണം, പെട്ടെന്ന് എനിക്ക് അവരുടെ മുമ്പിൽ കാണണം, അങ്ങനെയുള്ളൊരു എനർജറ്റിക് മൈൻഡ് നിങ്ങൾക്ക് വരണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ തോന്നും. പിന്നെ അതാണ് ഞാൻ യൂസ് ചെയ്തൊരു ടിപ്പും കൂടിയാണത്. പിന്നെ എന്താ വെച്ചാൽ മാക്സിമം ഡിസ്ട്രാക്ഷൻ, രാവിലെ എണീച്ചപാട് ഡിസ്ട്രാക്ഷൻ കുറക്കാം. ഡിസ്ട്രാക്ഷൻ കുറക്കാം. എണീച്ച് 5 മണിക്കൂറിന് ശേഷം 3-4 മണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ ഡിസ്ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഫോണോ അങ്ങനത്തെ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം. ഒരു എമർജൻസി ഇല്ലെങ്കിൽ 5 മണിക്കൂർ നിങ്ങൾ എണീച്ചിട്ട് 5 മണിക്കൂർ ശേഷം മാത്രം ഉപയോഗിക്കാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് ബ്രെയിനിലതൊക്കെ കുറച്ചും കൂടി ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയത് മൈൻഡിൽ തന്നെ നിൽക്കാമെന്ന് എനിക്ക് തോന്നും. പിന്നെ നിങ്ങൾക്ക് രാവിലെ എണീച്ച് അപ്പം ഇതൊക്കെ വരും ഇതിൽ ഒരു പെടുന്നതാണ്. അടുത്ത ഞാൻ പറയുന്നത് ട്രിക്സ്. അപ്പം നിങ്ങൾക്ക് അതൊക്കെയാണ് മേക്കപ്പ് ആക്കാനുള്ള കുറച്ച് ട്രിക്സൊക്കെ. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ച് നിങ്ങളെ എന്താ പറയുക ട്രിക്സ് ആൻഡ് ഹാക്സ്. 25 മിനിറ്റ് പഠിക്കാം.
കണക്ക് എടുക്കാം. അങ്ങനെ എടുത്തിട്ട് ഒരു ലോങ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല, റിവൈസ് ചെയ്യണം. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും റിവൈസ് ചെയ്യാം. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊക്കെ എനിക്ക് എഴുതി പഠിക്കാൻ ഇഷ്ടമില്ല. മീൻസ് എത്ര വെച്ചിട്ട് എഴുതി പഠിക്കാം. അപ്പോൾ നിങ്ങൾക്കും ചില ആൾക്കാർക്ക് എഴുതി പഠിക്കുന്നത് ഇഷ്ടമില്ല. കൈ വേദന എടുക്കും, ഉറപ്പാണ്. രാത്രി നിങ്ങൾക്ക് പഠിക്കാൻ മടിയായിരിക്കും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ എത്ര പഠിച്ചിട്ട് രാത്രി കയറില്ല. 2 വട്ടം വായിച്ചു, 3 വട്ടം വായിച്ചു, 5 വട്ടം വായിച്ചിട്ട് കാര്യമില്ല. 3 തലയിൽ കയറില്ല എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് ബ്രാക്കറ്റിൽ സർക്കിൾ ഇട്ട് വയ്ക്കാം. ക്വസ്റ്റ്യൻ കടന്നു. ബാക്കി നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം ഒക്കെ പഠിച്ചിട്ട് കടന്നു. രാവിലെ കുറേ പഠിക്കാനുണ്ടെങ്കിൽ 4 മണിക്ക് എടുക്കുക. പിന്നെ ഒരു നോർമൽ ആണെങ്കിൽ 5 മണിക്ക് എനിക്ക് റിവൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളെങ്കിൽ 5 മണിക്ക് എണീക്കാം. ഞാൻ 5 മണിക്കാണ് എല്ലാ ദിവസവും എണീക്കുന്നത്. 2 5 മണിക്കാണ് എണീക്കാറുള്ളത്. പിന്നെ രാവിലെ എണീച്ചോടെ കാര്യം വന്നിട്ട് സംസാരിക്കാം. എന്നെ കൊണ്ട് പറ്റും, കോൾ ചെയ്യണം, അതാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ദാറ്റ്സ് ദ മെയിൻ തിങ്. പിന്നെ 1 2 3 4 5 1 2 3 എന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ഈസി സ്റ്റാർട്ട് ചെയ്യാം. പേര് എഴുതി ഡേറ്റ് എക്സാമിൻ്റെ പേര് അതൊക്കെ എഴുതാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സെക്ഷൻ എ നിങ്ങൾ വൃത്തിക്ക് എഴുതി. നിങ്ങൾക്ക് പേടിയുണ്ടാവും, അയ്യോ ഫസ്റ്റ് എനിക്ക് 39 ചോദ്യം അറിയാം. പക്ഷെ ഫസ്റ്റ് പേജ് തന്നെ ഫസ്റ്റ് ദിവസം 39 അത്യാവശ്യം മതിയായിരിക്കും. വൃത്തിയിൽ നിങ്ങൾക്ക് പേടിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ മാർക്കാണ് ക്വസ്റ്റ്യൻ മാർക്ക് തെറ്റിയാൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഏതാണെന്ന് ചെക്ക് ചെയ്യുക. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും 10 മിനിറ്റ് മുമ്പ് 10 15 മിനിറ്റ് മുമ്പ്, മാത്സിൻ്റെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ 15 മിനിറ്റ് മുമ്പേ കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, റീചെക്ക് ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാണോ. റീചെക്ക് ചെയ്യേണ്ട 3 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്നാമത്തത് എല്ലാ വീഡിയോസിലും പറയാറുള്ളത് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം അതൊക്കെ ചെക്ക് ചെയ്യണം. 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. 3 കൂടുതലുണ്ടാവും. ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ നമ്പർ. നിങ്ങൾ മാറ്റി എഴുതിയില്ലെങ്കിലും ക്വസ്റ്റ്യൻ മാർക്ക് ചെക്ക് ചെയ്യാം. അഥവാ നിങ്ങൾ 39 എഴുതി 42 ക്വസ്റ്റ്യൻ എഴുതിയിരിക്കും. 39 എഴുതി നിങ്ങൾ 49 ക്വസ്റ്റ്യൻ മാർക്ക് ഇടാതെ ലീവ് ലൈനൊക്കെ ലീവ് ചെയ്തു, 2 ലൈൻ ലീവ് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ല, എഴുതി. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മാർക്ക് കിട്ടും. അരമാർക്കോ കണ്ടിന്യൂസ് ആണ് വിചാരിച്ചിട്ട് മാർക്ക് കിട്ടില്ല. എനിക്ക് ഒരു മാർക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ ചെക്ക് ചെയ്യുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ചെക്ക് ചെയ്യുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അപ്പോൾ നിങ്ങളായിരിക്കും, ഇപ്പോൾ നിങ്ങൾ 5 പേജോ 4 പേജോ എഴുതിയായിരിക്കാം. ഇത് ഫുൾ ഓരോന്നോരോന്നോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഓരോന്നോരോന്നോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എപ്പോഴൊക്കെയോ 15 മിനിറ്റൊന്നും കഴിയാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും നോക്കാതെ ഫുള്ള് വായിച്ചു നോക്കുക. വായിക്കാൻ മാത്രമേ ഉള്ളൂ. വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വേർഡ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ വേർഡ് ഇപ്പം എന്താ പറയുക, എലിഫൻറ്റ്, ഇപ്പം ALP ആണ്. ബാക്കി എലിഫൻറ്റ് ശരിയാണ് എഴുതിയത്. ചിലപ്പോൾ നിങ്ങൾ ALE എന്ന് പറയുമ്പോൾ അടുത്ത നിങ്ങൾ മറന്നിട്ടിടാം. അപ്പോൾ അവിടെ മാർക്ക് പോലെ അരമാർക്ക് പോലെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ റീഡ് ചെയ്ത് നോക്കുക. റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പെർഫെക്റ്റായി റീഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ പോയി അതൊക്കെ ശരിയാണ്. ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യാം, മസ്റ്റ് ചെക്കാണ് ഹാൻഡ് റൈറ്റിംഗ്. ഇപ്പോൾ എവിടെയും ഹാൻഡ് റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആക്കി വെക്കരുത്. 1 ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെയോ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് അടിയിലൊരു റോങ്ങിൻ്റെ ചിഹ്നം ഇട്ട്, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് അടിയിലൊരു റോങ്ങിൻ്റെ ചിഹ്നമാണ് ഇടാറുള്ളത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ സ്ക്വയർ ചെയ്തിട്ട് അടിയിൽ റോങ് ഇടും, റോങ്ങിൻ്റെ ചിഹ്നമില്ലേ അതിടും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കീവേഡ്സ് ഹൈലൈറ്റ്സ് ഒരു ഷോർട്ട് ട്രിക്കാണെന്ന് വെച്ചാൽ, കീവേഡ്സ് ഒക്കെ അറിയും നിങ്ങൾ. അധികം ഇംഗ്ലീഷ് എക്സാമൊക്കെ കുറേ വൊക്കാബുലറി. ഇപ്പം എക്സാം നിങ്ങളൊരു നോട്ടിൽ നിങ്ങൾ എസ്സേ ഒക്കെ ഉണ്ടെങ്കിൽ പറ്റുന്നത്രയോളം നിങ്ങൾ കീവേഡ്സ് അതിൽ യൂസ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിസൈഡ് വായിക്കുന്നതിന് മുമ്പേ നിങ്ങൾ കളർ പെന്നുണ്ട്, കളർ പെൻ മീൻസ് ക്രയോൺസ് ഉണ്ടോ, സ്ക്വയർ എടുക്കണം. പെൻസിലുണ്ട് പെന്നുണ്ടൊക്കെ ആണെങ്കിൽ പെന്നുകൊണ്ടാണെങ്കിൽ പെന്നുകൊണ്ട് എടുക്കാൻ പാടില്ല. ഷെയ്ഡ് പെൻസിലുകൊണ്ട് ഷെയ്ഡ് ചെയ്യാനോ സ്ക്വയർ അങ്ങനെ നിങ്ങൾ പാടില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വരെ എന്ത് ചെയ്യുക. അപ്പം എക്സാമിനർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് ഐ കോണ്ടാക്ട് അതിലേക്ക് പോവാം.
അപ്പോൾ അവർക്ക് തോന്നും ഇതൊക്കെ നല്ല വൊക്കാബുലറി ആണല്ലോ, നല്ല പഞ്ച്വേഷൻ ഉള്ള വൊക്കാബുലറി ആണല്ലോ. അപ്പോൾ അവർക്ക് തോന്നും SC ഒക്കെ മുക്കാ ഭാഗവും ശരിയാണല്ലോ, അപ്പം അവൻ ഇത്ര നല്ലതൊക്കെ ആയിരുന്നെങ്കിൽ മുക്കാ ഭാഗം ശരിയായിരിക്കുമല്ലോ എന്ന് ഓർത്ത് അവർ ജസ്റ്റ് ഒന്ന് വായിക്കത്തേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, പെൻസിൽ കൊണ്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പം അതും നിങ്ങൾ ട്രൈ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. ഇനി അടുത്തത് എന്താ പറയുക, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇന്ന്. ഇനി അടുത്ത വീഡിയോയിൽ ഓരോ സബ്ജക്റ്റ് ഞാൻ പക്ക പറയുന്നതായിരിക്കും. അപ്പം ഫോളോ ഫോർ മോർ വീഡിയോ. പിന്നെ മോട്ടിവേഷൻ കോട്ട്സ് ഇൻ മലയാളം, അല്ലെ ഇംഗ്ലീഷ്, അല്ലെ ഹിന്ദി, അല്ലെ ഏത് ഭാഷയിലും അടിച്ചു കൊടുത്താൽ അവിടെ ലോട്ട് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ഇങ്ങനെ ഞാൻ രണ്ടുപേരോട് സ്ക്രോൾ ചെയ്ത് എൻ്റെ സ്ക്രോൾ ചെയ്ത് ഓഫ് ആക്കുമ്പം അത് ഗുമ്മ വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ല നേരത്തെ വോൾ ഒട്ടിക്കണം, അതിൻ്റെ അപ്പുറം കണ്ട പോയതൊക്കെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യണം. തീയൻ്റെ ചിഹ്നം ഞാൻ തീയൻ്റെ ചിഹ്നം വരയ്ക്കാറുണ്ട്, സ്റ്റാറിനെ വരയ്ക്കാറുണ്ട്, മൂവ് ഓൺ എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ കുറച്ച് ക്രിയേറ്റിവിറ്റി കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്കും തന്നെ ഒരു ഇതുണ്ടാവും. അപ്പം ഞാൻ ഓരോ സബ്ജക്റ്റായി വീഡിയോ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ റിച്ച് കുട്ടി. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ ബൈ.